നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്ത് തെറ്റിദ്ധരിക്കാനാ? അത് തന്നെ ഞാൻ അവനോട് പറഞ്ഞു. അത് ഞാൻ തന്നെ പോയി ആതിരയോട് പറഞ്ഞോളാമെന്ന്. ഞാൻ പറഞ്ഞോട്ടെ? പറയെങ്കിൽ. കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് നീ ഒരിക്കലും ആവശ്യപ്പെടരുത്. കാരണം പരീക്ഷണം ഞങ്ങളാണല്ല. ഞങ്ങളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അവന് നിൽക്കാൻ പറ്റില്ല. അമ്മയും ഞാനും മക്കളും ഒക്കെ അടങ്ങുന്ന ആ വീട്ടിൽ ഞങ്ങളോടൊപ്പം താമസിക്കാൻ നീ സമ്മതിക്കണം. ഇതാ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷാവുമായിരുന്നു. അപ്പോഴേ ശരിയെന്ന് ഞാൻ പറഞ്ഞേനെ. സാരില്ല, അങ്കിള് പറഞ്ഞല്ലോ, അത് മതി. വലിയ കുടുംബത്തില് നിറയെ സന്തോഷമെന്ന് വളരെ മുൻപേ ചിന്തിച്ചവളാ ഞാൻ. അതുകൊണ്ട് മറ്റൊരാഗ്രഹവും പിന്നെ എപ്പോഴെങ്കിലും പറയാനായി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ചേട്ടൻ സമ്മതിക്കുമെന്നുള്ള ഭയം എന്റെ മനസ്സിലില്ലാതില്ല. അതെന്താ മോളെ? അങ്കിളും അച്ഛനൊക്കെ പഴയ കൂട്ടുകാരായതുകൊണ്ടും ഇപ്പൊ നമ്മള് ബന്ധുക്കളാകാൻ പോകുന്നതുകൊണ്ടും കല്യാണശേഷം നമ്മുടെ രണ്ടു കുടുംബവും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മോളെ, നിന്റെ ഈ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നു. അയ്യോ അങ്കിൾ, എന്റെ മുമ്പിൽ കൈകൂപ്പയോ? അരുത്. ഞാനും അങ്കിളും ആഗ്രഹിക്കുന്ന പോലൊക്കെ സംഭവിച്ച എത്ര വലിയ സന്തുഷ്ട കുടുംബാവും നമ്മുടെ, അല്ലേ അങ്കിൾ? ശരിയാണ് മോളെ നീ പറയുന്നത്, തികച്ചും ശരിയാണ്. പിന്നെ എപ്പോഴെങ്കിലും അങ്കിള് ചേട്ടനോട് ഇതൊന്ന് പറയണം. ഇതിപ്പോ അതിലും വലിയ കുഴപ്പമായി. ഹരി പറഞ്ഞത് ഇവളോട് പറഞ്ഞ ഇവളീ വിവാഹത്തിന് സമ്മതിക്കില്ല. ഇവള് പറഞ്ഞത് ഹരിയോട് പറഞ്ഞ അവൻ ഒട്ടും സമ്മതിക്കില്ല. അമ്മ പറഞ്ഞതാ സത്യം. രണ്ട് നല്ല മനസ്സുകളെ ഒന്നിപ്പിക്കാൻ 100 നുണ പറഞ്ഞാലും കുഴപ്പമില്ല. അങ്കിൾ എന്താ പിന്നെ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, നീ പറഞ്ഞതൊക്കെ ഹരിയോട് പറഞ്ഞിട്ട് അവനോട് നിന്റെ ഫോണിൽ വിളിക്കാൻ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു കളിക്കണ്ടല്ലോ. അതുമല്ല, നിങ്ങൾ പറയുന്നതൊക്കെ അവിടെ ഇരിക്കുന്നവർ കേക്കട്ടെ. ശരി അങ്കിൾ. ശരി. ആതിരയെ കണ്ടില്ലേ? അവൾ എന്തു പറഞ്ഞു? ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നന്നായി. എല്ലാരോടും ഔചിത്യം പോലെ സംസാരിക്കാൻ അവള് മിടിക്കുക. നീ സംസാരിച്ചല്ലോ അല്ലേ? ഉവ്വമ്മേ, സംസാരിച്ചു. അച്ഛാ, പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞൊക്കെ അതിലൂടെ പറഞ്ഞില്ലേന്ന്? പറഞ്ഞോ പറഞ്ഞോ. അതിലെന്തു പറഞ്ഞു? സമ്മതിച്ചോ മോനെ? സത്യം? ഞാൻ എന്നാലും ആതിരെ കണ്ടിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്ന മോശമാണ്. നമ്മളെ കുറിച്ച് അവരെന്താ വിചാരിക്കുക? അത് ശരിയാ. അതുകൊണ്ട് അവളോട് ഫോണിൽ ചോദിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹലോ, അച്ഛൻ പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? എനിക്ക് ഓക്കെയാണ്. ചേട്ടനോ? ആതിരയ്ക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഡബിൾ ഓക്കെയാ. എനിക്ക് സന്തോഷായി. ബൈ ചേട്ടാ. ഓക്കെ. ശരി, എല്ലാവർക്കും സന്തോഷവും സമ്മതമായ സ്ഥിതിക്ക് ഇനി അടുത്ത് വേണ്ട കാര്യങ്ങൾ നോക്കാം, അല്ലേ? അതെ അതെ. ആദ്യം നമുക്കൊരു എൻഗേജ്മെന്റ് നടത്താം, മോതിരം മാറൽ. അത് കഴിഞ്ഞ് നല്ലൊരു ദിവസം നോക്കി കല്യാണം നടത്താം. ഹരി, എനിക്ക് പെണ്ണ് കിട്ടി. എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് എനിക്കിപ്പോ ഒരു പെണ്ണ് കിട്ടി. എടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാ.
എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ നിരന്തരം ഫോൺ ചെയ്ത് ഉപദ്രവിച്ച കാലത്ത് ആകെ 2 ചിന്തകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് എന്റെ വിദേശയാത്ര, മറ്റൊന്ന് എന്റെ കല്യാണം. ആ രണ്ടാമത് മോഹിച്ചത് ആദ്യം വന്നു, അതും നന്നായി. അതിനു മുമ്പ് ഞാൻ വിദേശത്ത് പോയിരുന്നെങ്കിൽ കൂടാൻ കഴിയുമായിരുന്നില്ലല്ലോ. എടാ, നീ വിദേശത്തൊന്നല്ല ആ. ചന്ദ്രനിൽ പോയാലും ഞാൻ നിന്നെ ഇവിടെ ഈ ഭൂമിയിൽ എത്തിക്കുമായിരുന്നു എന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ. അതെ, ചന്ദ്രനെ പറ്റി പറഞ്ഞപ്പോഴാ ദൈവം കൽപ്പന കൊണ്ട് കടഞ്ഞെടുത്ത പഞ്ഞിക്കൂട്ടം പോലെ കുറെ നീലമേഘങ്ങൾ. ആ മേഘങ്ങൾക്കിടയിൽ ഒരാകാശത്തോണി. തോണിയിലെ 2 പേർ, ഞാനും എന്റെ ആതിരെ. എടാ അഭി, ആ കാഴ്ച നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഹരി, എനിക്കത് കാണാൻ കഴിയില്ല. കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് നിന്റെ മാത്രം സ്വകാര്യ കാഴ്ചയാ. അതിലേക്ക് ഞാൻ കടന്നു വരുന്നത് ബോറാ. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയോ നിനക്ക്? ഞാൻ അച്ഛനോട് പറഞ്ഞയച്ച കണ്ടീഷൻ മുഴുവൻ അവള് സമ്മതിച്ചു എന്നുള്ളതാ. ആ, ഇനി ഈ ഭൂമിയിലെ സ്വർഗത്തിൽ ഞങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കും. അവിടെ ഞങ്ങൾ 2 പേര് മാത്രം. ഇതിൽ പരാനന്ദം വേറെ എന്തുണ്ടളിയാ? അവിടെ അച്ഛനില്ല, അച്ഛമ്മയില്ല, ജയകൃഷ്ണനില്ല, അനക്കെ അനുവും ഇല്ല, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നീയില്ല. അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് വന്നു വെക്കോ. ഓ, ആശ്വാസം. ഇനി നീ കണ്ടോ അഭി, എനിക്കിതുവരെ നിഷേധിക്കപ്പെട്ട സ്വതന്ത്ര ജീവിതം ഞാനും എന്റെ ആദ്യം ചേർന്ന് ആരംഭിക്കാൻ പോവാ. ഒരു കാര്യം പറയട്ടെ, 2 പേര് മാത്രമുള്ള ചെറുകുടുംബം എന്ന് ചിന്തിക്കുമ്പോ തന്നെ ഒരു പുതിയ ജന്മം നേടിയതുപോലെ എനിക്ക് തോന്നേ. നിനക്കത് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ഇതെന്റെ സ്വകാര്യ സന്തോഷ. സത്യം പറയാലോ അഭി, ആതിരാണ് ആ വാട്ടർ ക്യാൻ ശിവദാസന്റെ മകളെന്ന് അറിഞ്ഞപ്പോ ഞാൻ കരുതിയത് വേറെ മാറി താമസിക്കാൻ അവള് സമ്മതിക്കില്ല എന്നായിരുന്നു. ഇതിപ്പോ കണ്ടില്ലേ, സമ്മതിച്ചില്ല അവള്. എടാ, സമ്മതിച്ചില്ല അവളെന്ന്. എന്നെ ശപിച്ച ആള് തന്നെ ശാപപരിഹാരമായി വന്നു എന്നത് ദൈവത്തിന്റെ കളിയോ അതോ ദൈവത്തിന്റെ വികൃതിയോ? എന്തായാലും ആതിര ഭാഗ്യവതിയാ. എന്നെ പോലെ സൗമ്യനായ ഒരു നല്ല ഭർത്താവിനെ കിട്ടിയില്ല അവൾക്ക്. നിന്റെ ഈ സന്തോഷം കാണുമ്പോ എനിക്കങ്ങ് പറക്കാൻ തോന്നുന്നു ഹരി. എടാ, പറക്കണം, നീ പറക്കണം അഭി. അങ്ങ് ആകാശങ്ങളിലേക്ക്, അത്യുന്നതങ്ങളിലേക്ക് പറക്കണം. ചെല്, ഇത് വെച്ചോ, എന്റെ സന്തോഷം കൊണ്ട് തരുന്നതാ. ഇത് കൊണ്ടുപോയി ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടല് ബാറിൽ പോയിരുന്ന ഒരു ബിയർ കഴിക്കടാ, എന്നിട്ട് പറക്ക്. ഈ 50 രൂപ ഉണ്ട്. ഈ 50 രൂപ കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിലെ ബാർ ഇന്ന് ബിയറോ? ഗോ മാൻ, എൻജോയ്. ഓ, ഭിക്ഷക്കാർക്ക് ഒരു 50 രൂപ വേണ്ട. ഈ വാശിക്ക് ഞാൻ 2 ബിയർ കഴിക്കും.